ഹായ് ഹലോ നമസ്കാരം. എല്ലാവർക്കും അഗ്രി വിത്ത് വർമ്മ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് നിങ്ങളുടെ മുന്നിൽ പങ്കുവയ്ക്കാൻ പോകുന്നത് ഓണം അടുപ്പിച്ച് നമ്മൾ ചെയ്യുന്ന 3 കൃഷിയാണ്. ഓണം സീസൺ വരാറായി, സെപ്റ്റംബർ മാസം നമുക്ക് ഓണം വരാണ്. ഓണത്തിന് മുന്നേ നമ്മൾ ഇപ്പോഴേ ഓരോന്ന് ചെയ്ത് തുടങ്ങിയാലേ ഓണത്തിലേക്ക് നമുക്ക് നല്ലൊരു വിളവെടുക്കുന്ന രീതിയിൽ നമുക്ക് തൈകൾ ഉൽപ്പാദിപ്പിക്കാൻ പറ്റുള്ളൂ. ഓണത്തിന് വിളവെടുക്കാൻ നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് വരുന്ന 3 കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് വേറെ 2 കാര്യങ്ങൾ കൂടെ, അല്ലെങ്കിൽ വേറെ 2 കൃഷി രീതിയും കൂടെ നിങ്ങൾക്കായിട്ട് ഞാൻ പങ്കുവയ്ക്കുന്നതായിരിക്കും. ഓണത്തിന് നമുക്ക് 3 കാര്യങ്ങൾ പ്രധാനമായിട്ട് ചെയ്യാനുള്ളത് മത്തൻ, ഇളവൻ, പിന്നെ പൂക്കൃഷിയാണ്. ചെട്ടിപ്പൂവാണ് നമ്മൾ സാധാരണ ചെയ്യുന്നത്. നമുക്ക് അതിനെക്കുറിച്ച് വരാം. നമുക്ക് ആദ്യം മത്തനിലേക്ക് പോകാം. മത്തനും ഇളവനും 2 കൃഷി നമുക്ക് ഓണം അടുപ്പിച്ച് മാർക്കറ്റിലേക്ക് സുലഭമായി ചെയ്ത് നമുക്ക് നല്ലൊരു വരുമാനം നേടാൻ പറ്റുന്ന ഒരു കൃഷിയാണ്. മത്തനും ഇളവനും ചെയ്യുമ്പോൾ നമ്മൾ സാധാരണ തടം എടുക്കുന്നതിന് പകരം മണ്ണ് കൂന കൂട്ടുകയും അതിൽ നട്ടിട്ട് താഴത്തേക്ക് പടർന്നു നിൽക്കുന്ന രീതിയിൽ വേണം ചെയ്യാൻ. ഈ പടർന്നു നിൽക്കുമ്പോൾ നമ്മൾ പടരാൻ വേണ്ടിയിട്ട് നല്ലപോലെ ഉണങ്ങിയ വാഴയുടെ ഇലയോ അല്ലെങ്കിൽ നമ്മുടെ തെങ്ങിന്റെ ഓലയോ വെട്ടിയിട്ട് മണ്ണിൽ തട്ടാത്ത രീതിയിൽ തന്നെ ഇത് പടർന്നു നിൽക്കാനുള്ള സൗകര്യം നമ്മൾ ഒരുക്കി കൊടുക്കുന്നതാണ്. മഴ പെയ്യുന്നതിനാൽ നമുക്ക് നനയ്ക്കാനോ മറ്റു ആവശ്യമോ വരുന്നില്ല, മഴ വെള്ളത്തിൽ നനഞ്ഞോളും. അതുകൊണ്ട് തന്നെ നമ്മൾ വെള്ളവും മണ്ണുമായിട്ട് തട്ടാത്ത രീതിയിൽ ഇവ സംരക്ഷിച്ചു പോകണം, അല്ലെങ്കിൽ അത് ചീഞ്ഞു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇതാണ് നമുക്ക് ഈ ഒരു സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം. അതേപോലെ തന്നെ നല്ല രീതിക്ക് വളവും മറ്റു കാര്യങ്ങളും ചെയ്തു കൊടുത്താൽ തന്നെ നമുക്ക് നല്ലൊരു വിളവ് ഈ ഒരു ഫീൽഡിൽ നമുക്ക് കിട്ടും. നമ്മൾ മത്തൻ നടുമ്പോൾ ഏകദേശം 1.5 മുതൽ 2 മീറ്റർ 1.5 മീറ്റർ ഗ്യാപ്പിലാണ് നമ്മൾ മത്തൻ നടുക. 1.5 മീറ്റർ ഗ്യാപ്പിൽ തടം ഉണ്ടാക്കി അല്ലെങ്കിൽ മണ്ണ് കൂന കൂട്ടിയിട്ട് വേണം നമ്മൾ മത്തൻ നടുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ മത്തനിൽ ശിഖ പൊട്ടുന്നതിലുള്ളത് കൊണ്ട് തന്നെ മത്തന്റെ ഒരു ശ്വാസം മുട്ടില്ലാത്ത രീതിയിൽ നമുക്ക് വളർത്തിയെടുക്കാൻ കഴിയും. ഇനി നമ്മൾ ചെട്ടിപ്പൂ കൃഷിയാണ് പറയാൻ പോകുന്നത്. ചെട്ടിപ്പൂ കൃഷിയിൽ നമുക്ക് ഗുണമുണ്ട്, അതേപോലെ തന്നെ കുറെ ദോഷങ്ങളുണ്ട്. ചെട്ടിപ്പൂ നമ്മൾ വളർന്നു വരുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം ഒരു തൈയുടെ വില വരുന്നത് 4.5 രൂപയാണ്. ഹൈബ്രിഡ് തൈക്ക് വില വരിക ഗവൺമെന്റ് തൃശ്ശൂരിൽ നിന്നും വാങ്ങുമ്പോഴുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. മറ്റ് തൈകൾക്ക് ഏകദേശം 2.5-3 രൂപയും വില വരുന്നത്. സീഡാണ് നോക്കുന്നതെങ്കിൽ ഒരു പാക്കറ്റ് സീഡിന് ഏകദേശം 1350 രൂപ വില വരുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഇപ്പോൾ ഉള്ളത്. അതിപ്പോൾ 2 കളർ ചെട്ടിപ്പൂ നമ്മൾ ചെയ്യേണ്ടതുകൊണ്ട് തന്നെ ഏകദേശം 2700 രൂപ നമുക്ക് വിത്തിന്റെ മുകളിൽ തന്നെ ചെലവ് വരുന്നുണ്ട്. അതായത് 1000 തൈ ഉൽപ്പാദിപ്പിക്കാൻ അല്ലെങ്കിൽ 1000 വിത്ത് അടങ്ങുന്ന ഒരു കവറിന്റെ വിലയാണ് ഞാനിവിടെ സൂചിപ്പിച്ചത്. കുറഞ്ഞ വിത്ത് വാങ്ങുമ്പോൾ വിലയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസങ്ങൾ വരാം. പിന്നെ ചെട്ടിപ്പൂവിന്റെ കാര്യത്തിൽ നമ്മൾ ഒരു 15 ദിവസം 16 ദിവസം ഇടവിട്ടിട്ടാണ് നമ്മൾ മണ്ണിലേക്ക് മാറ്റി നടുക. മൾച്ചിങ് ഷീറ്റിൽ ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ ഗുണം. കാരണം നമുക്ക് മറ്റുള്ള കള പൊന്തി വരാതിരിക്കാനും മൾച്ചിങ് ഷീറ്റ് നല്ലതാണ്. മൾച്ചിങ് ഷീറ്റ് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ കൂടെ ഡ്രിപ്പ് ഇറിഗേഷൻ്റെ കിറ്റ് നമ്മൾ ചെയ്യേണ്ടിയിരിക്കുന്നു. കാരണം വെള്ളം കൃത്യമായിട്ട് ഇതിൽ എത്തിക്കേണ്ട ആവശ്യവും നമുക്കുണ്ട്. മൾച്ചിങ് ഷീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് ഗുണം ഇത് തന്നെ. അതുപോലെ തന്നെയാണ് മൾച്ചിങ് ഷീറ്റിന്റെ ഉള്ളിൽ നിന്ന് ജലം വേസ്റ്റ് ആയി പോകുന്നത് വളരെ കുറവായിരിക്കും. ഡ്രിപ്പ് ഇറിഗേഷൻ കൂടെ ആകുമ്പോൾ പ്രോപ്പർ ആയിട്ടുള്ള ഒരു ജലസേചനം അവിടെ നടക്കും. പൊന്തി വരുന്ന തൈ അത്യാവശ്യം വലുപ്പം എത്തുമ്പോൾ തന്നെ അതിന്റെ തല നുള്ളിക്കളയുന്നത് പുതിയ ശിഖകൾ രൂപപ്പെടാനും ശിഖ പൊട്ടി കൂടുതൽ പൂ ഉൽപ്പാദിപ്പിക്കാനും നമ്മളെ സഹായിക്കും. ഏകദേശം 2.5 മുതൽ 3 മാസം വരെയാണ് ചെട്ടിപ്പൂവിന്റെ വിളവെടുപ്പ് കാലാവധി. അതായത് ഒരു 2.5-3 മാസം ആകുമ്പോഴേക്കും പൂവാവുകയും നമുക്ക് വിളവെടുപ്പാൻ തുടങ്ങാനും കഴിയും. അതായത് ഒരു ജൂൺ അവസാനമെങ്കിലും നമ്മൾ തൈകൾ നട്ടു തുടങ്ങിയാൽ മാത്രമേ സെപ്റ്റംബറിൽ നമുക്ക് അതിൽ നിന്നും പൂ ഒരു വരുമാനമായി കിട്ടുള്ളൂ. കർണാടകയിൽ നിന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വരുന്ന പൂവിന്റെ വലുപ്പം വളരെ അധികമാണ്. നമ്മൾക്ക് അത്രയും വെയിലും അതേ രീതിയിലുള്ള പൂവും ഉൽപ്പാദിപ്പിക്കാൻ പറ്റിക്കോളണം എന്നില്ല. എന്നാലും കൂടുതലും നമുക്ക് പൂ ഉൽപ്പാദിപ്പിക്കാൻ പറ്റാറാണ് സാധ്യത. നമ്മൾ പരമാവധി ട്രൈ ചെയ്യുമ്പോൾ നമുക്ക് നല്ലൊരു വിളവ് കിട്ടാൻ തന്നെയാണ് സാധ്യതയുള്ളത്. ചെട്ടിപ്പൂവ് നമുക്ക് ഓണം സീസണിലേക്ക് ഏറ്റവും അത്യാവശ്യമാണ്. പൂക്കള ഇടാനും മറ്റു കാര്യങ്ങൾക്കുമായിട്ട് പൂവ് നല്ല രീതിയിൽ പോകുന്നുണ്ട്. നല്ല രീതിയിൽ സെയിൽസ് നടക്കാനുള്ള ഒരു സാധ്യത നമ്മൾ മുൻകൂട്ടി കാണുന്നുണ്ട്. ഒരു 2.5 മുതൽ 2 മീറ്റർ വരെ നീളത്തിലാണ് നമ്മൾ ചെട്ടിപ്പൂ നടേണ്ട അകലം വരുന്നത്. അത് മൾച്ചിങ് ഷീറ്റിലാകുമ്പോൾ നമുക്ക് എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ കുറവായാലും വലിയ ബുദ്ധിമുട്ടില്ല. 1.5 വരെ എത്തിക്കുന്നതിന് നമുക്ക് ബുദ്ധിമുട്ട് വരില്ല. കാരണം നമുക്ക് കൃത്യമായിട്ട് നനയ്ക്കാനും മറ്റു കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനും സാധിക്കും. ഈ തൈയുടെ തല നുള്ളുന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. എങ്കിൽ മാത്രമേ ശിഖ പൊട്ടാൻ സാധ്യതയുള്ളൂ, കൂടുതൽ ശിഖ പൊട്ടുള്ളൂ. മറ്റ് 2 കൃഷി രീതികൾ നമുക്ക് മഴക്കാലത്ത് മഴക്കാലത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അല്ല. കാരണം വേനലിലേക്ക് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു വേനൽക്കാലത്താണ് നമ്മൾ പൊതുവെ വാട്ടർമെലൺ അല്ലെങ്കിൽ തണ്ണിമത്തൻ്റെ വിളവെടുപ്പ് സമയം വരുന്നത്. കാരണം നല്ല ചൂടുള്ള സമയത്ത് ഒരു തണ്ണിമത്തൻ കഴിക്കാൻ, തണ്ണിമത്തൻ ജ്യൂസ് കുടിക്കുക എന്നുള്ളത് മലയാളികളുടെ ഒരു ശീലമാണ്.
പൊതുവേ നമ്മൾ പുറം സംസ്ഥാനങ്ങളിലാണ് കൂടുതലായിട്ട് തണ്ണിമത്തനുകൾ നമ്മൾ കേരളത്തിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. തമിഴ്നാട്, കർണാടക, മൈസൂർ പോലുള്ള സ്ഥലങ്ങളിൽ നിന്നാണ് കൂടുതലായിട്ട് നമ്മൾ വത്തയ്ക്ക എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. വത്തയ്ക്ക എന്നിവിടെ പറയുന്നതാണ് തണ്ണിമത്തൻ എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ തണ്ണിമത്തൻ ഉൽപ്പാദിപ്പിക്കുന്ന പലതരത്തിലുള്ള വെറൈറ്റീസ് തണ്ണിമത്തൻ നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട്. ഉള്ളിൽ ചുമപ്പും ഉള്ളിൽ മഞ്ഞ, ഓറഞ്ച് പോലുള്ള പല നിറത്തിൽ ഇപ്പം തണ്ണിമത്തൻ അവൈലബിൾ ആയിട്ടുണ്ട്. നമ്മുടെ നാട്ടിലും നമുക്ക് സുഗമമായിട്ട് തണ്ണിമത്തൻ ഉൽപ്പാദിപ്പിച്ചെടുക്കാൻ പറ്റും. വെള്ളരി മറ്റു പോലുള്ള കൃഷി ചെയ്യുന്നത് പോലെ തന്നെ നമുക്ക് തണ്ണിമത്തനും നമ്മുടെ നാട്ടിൽ നമുക്ക് കൃഷി ചെയ്യാൻ പറ്റും. കിരൺ പോലുള്ള വെറൈറ്റി നമ്മൾ ഹൈബ്രിഡ് വെറൈറ്റി യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിലുള്ള വിളവും നമുക്ക് ഈ തണ്ണിമത്തനിൽ നിന്നും ലഭ്യമാണ്. ഏകദേശം നമ്മൾ തണ്ണിമത്തൻ ചെയ്യുമ്പോൾ ഫെബ്രുവരി അല്ലെങ്കിൽ ജനുവരി ഫെബ്രുവരി മാസം അല്ലെങ്കിൽ മെയ് മാസത്തിലൊക്കെ ഏപ്രിൽ മാസത്തിലൊക്കെ വിളവെടുക്കുന്ന രീതിയിൽ ചെയ്യാൻ ശ്രദ്ധിക്കണം. തണ്ണിമത്തന് വെറൈറ്റി കിട്ടുന്ന അനുസരിച്ച് നമുക്ക് പല വിലയാണ് അതിൻ്റെ സീഡുകൾക്കും മറ്റു കാര്യങ്ങൾക്കും വരുന്നത്. ഏകദേശം 1.5 മീറ്റർ ഡിസ്റ്റൻസ് ഇടവിട്ടിട്ടാണ് നമ്മൾ തണ്ണിമത്തനും സാധാരണ ഇവിടെ നടുന്നത്. അതിപ്പോൾ തടമായിട്ട് വേണമെങ്കിൽ തടമായിട്ട് നടാം. മൾച്ചിങ് ഷീറ്റിൽ ചെയ്യുന്നതായിരിക്കും കൂടുതൽ നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാവുക. അപ്പോൾ ഡ്രിപ്പ് ഇറിഗേഷൻ സിസ്റ്റത്തിലൂടെ നമുക്ക് കൃത്യമായിട്ട് ഫെർട്ടിലൈസേഷനും ഇറിഗേഷനും എല്ലാം ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് തന്നെ തണ്ണിമത്തൻ നല്ല രീതിയിൽ ഉണ്ടാവും. ഏകദേശം ഒരു തൈ നമുക്ക് 2 മുതൽ 3 തണ്ണിമത്തൻ വരെ നമുക്കൊരു വള്ളിയിൽ നിന്നും ലഭ്യമാകും. 2.5-3 കിലോ വെയിറ്റ് ഉള്ള തണ്ണിമത്തൻ, നാടൻ തണ്ണിമത്തന് ഇന്ന് മാർക്കറ്റിൽ ഒരു 35 രൂപേൻ്റെ അടുത്ത് വില നമുക്ക് കിട്ടുന്നുണ്ട്. ഓർഗാനിക് ആയി നമ്മൾ ചെയ്യുന്നത് കാരണം നമുക്ക് കൂടുതൽ വില അതിൽ നിന്നും ഏൺ ചെയ്യാൻ കഴിയും. നമ്മളുടെ തണ്ണിമത്തൻ നാടുകളിലേക്ക് എത്തി തുടങ്ങുമ്പോൾ നമുക്ക് പുറം സംസ്ഥാനങ്ങളെ ആശ്രയിക്കേണ്ടി ഒരു സിറ്റുവേഷൻ വരില്ല. ഈ സമയത്ത് നമുക്ക് ബൾക്കായിട്ടാണ് പുറത്തു നിന്നൊക്കെ തണ്ണിമത്തൻ നമ്മുടെ നാട്ടിലേക്ക് എത്തിക്കുന്നത്. മൈസൂർ, കൊടക് ഭാഗങ്ങളിൽ നിന്നാണ് ഏറ്റവും കൂടുതലായി തണ്ണിമത്തൻ നമ്മുടെ നാട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്, കർണാടക. അപ്പോൾ നമ്മളായിട്ട് സ്വന്തമായിട്ട് ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്ന ഒരു അല്ലെങ്കിൽ ഒരു ഭക്ഷണമാണ് തണ്ണിമത്തൻ, ഒരു ഫ്രൂട്ട് വെറൈറ്റിയാണ് തണ്ണിമത്തൻ. അപ്പോൾ കൂടുതൽ ആൾക്കാർ കൃഷിയിലേക്ക് ഇറങ്ങുന്ന ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് തണ്ണിമത്തൻ്റെ ഉൽപ്പാദനം കൂട്ടാൻ കഴിയുകയാണെങ്കിൽ, ഇനി നമുക്ക് ഒരുപാട് സമയം കിടക്കാണ്. ഒരു 3 മാസം ആണ് നമ്മുടെ തണ്ണിമത്തൻ്റെ വിളവെടുപ്പ് സമയം വരുന്നത്. അപ്പോൾ ഒരുപാട് സമയം നമ്മുടെ മുന്നിലുണ്ട്. ഇപ്പോഴേ പ്രിപ്പയർ ചെയ്ത് വരികയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിലുള്ള ഒരു വിളവും നല്ല രീതിയിലുള്ള ഒരു മാർക്കറ്റും തണ്ണിമത്തന് കണ്ടുവയ്ക്കാൻ കഴിയും. അപ്പോൾ നല്ലൊരു വെറൈറ്റി തണ്ണിമത്തനാണ് നമ്മളിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കിരൺ എന്ന് പറഞ്ഞൊരു ഹൈബ്രിഡ് വെറൈറ്റിയാണ്. ആ വെറൈറ്റിയിലൊക്കെ നല്ല രീതിക്ക് വിളവ് നമുക്ക് കിട്ടുന്നുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ കുറേ നല്ല നല്ല ഇൻഫോർമേഷൻസ് നിങ്ങളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞത് എന്ന് ഞാൻ പ്രതീക്ഷിച്ചുകൊള്ളട്ടെ. നിങ്ങളുടെ കഴിയുന്ന സഹായവും ഞങ്ങൾക്ക് വേണം. താഴത്തുള്ള ലൈക്ക് ബട്ടൺ അമർത്തണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവിത് സബ്സ്ക്രൈബ് ചെയ്യുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. എന്ത് രീതിയിലുള്ള കൃഷിയിലുള്ള സംശയങ്ങളായാലും നിങ്ങളുടെ വിഷമങ്ങളാണെങ്കിലും ഞങ്ങളെ അറിയിക്കാൻ നിങ്ങളെ കമൻറ്റിൽ ടൈപ്പ് ചെയ്യുക. നന്ദി.